നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ തൈകളാണ്. ഇതിപ്പോൾ ഒരു 4.5 വർഷം റംബൂട്ടാൻ നട്ടിപ്പോൾ അതേ സെയിം ടൈമിൽ നട്ടാണ്. ഇതുമ്പോൾ കായായിട്ടില്ല, ഹോം ഗ്രൗണ്ടിൻ്റെയാണ്. നമ്മൾ ഒരു 5 വർഷമായ മരം ഓൾറെഡി ഇപ്പോൾ പൂത്ത് വന്ന് കായായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു കുറച്ച് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതുണ്ട്, ഈ സൈഡിലേക്കൊക്കെ ഉണ്ട്. റംബൂട്ടാൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് മാംഗോസിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂത്ത് വന്നിട്ടുള്ളതും കാണിച്ചു തരാം. നമ്മളുടെ ഈ മാംഗോസ്റ്റിൻ ചെടിയാണ് പൂത്ത് വന്നിട്ടുള്ളത്. നിറയെ പൂത്തിട്ടുണ്ട്, മേളിലേക്കൊക്കെ നിറച്ച് കായ ഇത് പൂവായിട്ട് വന്നിട്ടുണ്ട്. കായായിട്ടില്ല, ചിലത് വിരിഞ്ഞു തുടങ്ങി. അവിടെ കാണാൻ നിങ്ങൾക്ക് റെഡ് കളറിൽ കാണുന്നില്ലേ, അതാണ് അതിൻ്റെ പൂവ്. ഇതിൻ്റെ അകത്തേക്കൂടെ നോക്കിയാലും കാണാൻ പറ്റും, അതൊക്കെ റെഡ് പൂവാണ്. അപ്പോൾ ഇതിനിപ്പോൾ കായ പിടിച്ച് കിട്ടുമെന്നുള്ളത് അറിയില്ല. ഫസ്റ്റാണ്, 5-ാം വർഷം ആയിട്ടുള്ളൂ. ശരിക്കും ഒരു വർഷം പ്രായമായിട്ടുള്ള ഒരു തൈ മേടിച്ച് നട്ടതാണ്. അത് നമ്മൾ മൂവാറ്റുപുഴ റോട്ടിൽ വാഴക്കുളം അടുത്ത് കളപ്പുരയ്ക്കൽ നഴ്സറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ഒരു ദിവസം അതിലങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഹോം ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത്. ഇത് മാത്രം അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇതിപ്പോൾ 5-ാം വർഷം തന്നെ പൂത്തിട്ടുണ്ട്. മരം നന്നായിട്ട് വലുതുമായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ പരമാവധി ഷെയ്ഡ് ഉള്ളിടത്താണെങ്കിൽ ഇതിന് വളർച്ച കൂടുതലാണ്. നമ്മളുടെ മാംഗോസ്റ്റിൻ ചെടികൾക്ക്. കാരണം നമ്മൾ തുറസായ സ്ഥലത്ത് തോട്ടത്തിൽ നിൽക്കുന്നതിൽ വളർച്ച ഇത്രയില്ല, കുറച്ച് വളർച്ച കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇത്രയൊന്നും പൊങ്ങിയിട്ടില്ല. അതും ഏകദേശം ഒരു 5-ാം വർഷം ആയിരിക്കുന്നതാണ്. പക്ഷെ അതിൽ പൂത്തിട്ടുമില്ല, ഇത്രയും വലിപ്പമില്ല. ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ കടയൊക്കെ നല്ല വലിപ്പമുണ്ട്. നമ്മളിതിന് കൂടുതലായിട്ട് വളങ്ങൾ സ്ലറി രൂപത്തിലാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഴിവളം കമ്പോസ്റ്റാക്കിയിട്ട് കൊടുത്തിരുന്നു, എല്ലുപൊടി കൊടുത്തിരുന്നു. പിന്നെ നന ഇടയ്ക്ക് അത്യാവശ്യം നന കൊടുക്കും. പിന്നെ സ്ലറി ഉണ്ടാകും. നമ്മളുടെ ഇവിടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു ടാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിലുള്ള അടിയിലൊരു ഓസ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കിച്ചണിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും, പച്ചക്കറി മാത്രമല്ല എന്ത് വേസ്റ്റും, ജൈവമായ എല്ലാ വേസ്റ്റുകളും ഇതിലിട്ടിട്ടുണ്ട്. ഇത് അടിയിൽ ഒരു ഓസ് കൊടുത്തിട്ടുണ്ട്. ആ ഓസ് നേരെ നമ്മളൊരു ബക്കറ്റിൽ ഇതിൻ്റെ സ്ലറി, അതിൽ നിന്ന് ഒലിച്ചു വരുന്ന സ്ലറി ഇത് ബക്കറ്റിൽ പിടിക്കുകയാണ്. അത് നമ്മൾ ആ മാംഗോസ്റ്റിൻ ചെടികൾക്ക് ഒരു ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇതിൽ നിറയുന്നതനുസരിച്ച് അതിന് ഒഴിച്ചു കൊടുക്കും. അതാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് അതിന് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മെയിനായിട്ട് അത് നിൽക്കുന്നത് ഒരു മാവിൻ്റെ അടിയിലാണ്. നല്ല ഷെയ്ഡ് പണ്ട് തുടങ്ങി നിൽക്കുന്നത് മാവിൻ്റെ അടിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏറ്റവും നടാൻ, അതായത് മരങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താലും ഈ മാംഗോസ്റ്റിൻ ചെടി നന്നായിട്ട് വളർന്നു വരും, അതുപോലെ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ മാവിൻ്റെ അടിയിൽ നിൽക്കുന്നതും കൂടി കാണാം. ഇതൊരു വലിയ മാവാണ്. ഈ മാവിൻ്റെ കറക്റ്റ് ഷെയ്ഡിലാണ് ഈ മുകളിലുള്ള ശിഖരങ്ങൾ. ഒരു ചെറിയ രീതിയിലൊക്കെയാണ് വെയിലടിക്കുകയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ കായ്കളൊക്കെ ആയിട്ട് വരുന്നത്, അതൊക്കെ പൂത്ത് നിൽക്കുന്നതാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. നിറയെ പൂത്ത് വരുന്നുണ്ട് അതിൽ. ഇത് പൂവായിട്ട് തിരിഞ്ഞു. ഇനി അത് കായ പിടിച്ച് കിട്ടണം. ഇതൊക്കെ അതിൻ്റെ പൂവാണ്. ഇവിടെ കാണാം, എല്ലാ ഇലകളുടെയും എൻഡിലും അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ അടിയിൽ മുട്ടുകൾ എല്ലാം വന്നിരിക്കുന്ന. മേളിലൊക്കെ മുട്ടുകളിൽ എല്ലാ മുട്ടിൻ്റെ എഡ്ജിലായിട്ട് പൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ലറി അവിടെ നിന്ന് പിടിച്ചത്. അപ്പോൾ ഇതിൽ പകുതിയാണ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പകുതി വെള്ളം ചേർത്തു, ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒന്നാമത്തെ നമ്മളുടെ ഒരു ഗാർഡന്റെ ഉള്ളിലായിട്ടുള്ളൊരു സ്പേസിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കൊത്തിക്കളച്ച് മണ്ണിട്ട് കൊടുക്കലും പരിപാടിയൊന്നും പറ്റില്ല. അപ്പോൾ ഈ സ്ലറി ആയിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് കൂടുതലും സാധിക്കുള്ളൂ. പറമ്പിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വളമിട്ടൊക്കെ ചെത്തി മൂടി കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാണ്. ഇതിന്റെ കടയോട് ചേർന്നുള്ള ഏരിയകളിൽ വേര് പടലം വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാണ്.
ചുറ്റും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പൂത്തതിന് ശേഷം, പൂത്ത് നമ്മൾ കായ പിടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. തോട്ടങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 25-30 അടി ഗ്യാപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതിന്റെ ശിഖരങ്ങൾ അത്യാവശ്യം മരം വലുതാവും. നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിന്റെ ടോപ്പിലേക്ക് ഒരു 10-15 അടിയിൽ ഹൈറ്റിൽ വന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ആ ശിഖരങ്ങൾ ഒരുപാട് പെട്ടെന്ന് മുകളിലേക്കാണ്ട് പോയില്ല. നമ്മൾ പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ. നമ്മളപ്പോൾ പ്രൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പൂക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ചെയ്ത് അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ആ ഒരു മരം ഒരു നല്ലൊരു കുട്ട പോലെ കിട്ടും, നല്ല ഹൈറ്റിലേക്ക് പോകാതെ തന്നെ. ഇതിൻ്റെ ഒരു പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തതാണ്, അതിൻ്റെ മുകളിൽ ടോപ്പ് കട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഹൈറ്റ് കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. ചെറിയ വീഡിയോ ആണ്. ഇതിപ്പോൾ നമ്മളുടെ വീടിന് ഫ്രണ്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഫലവൃക്ഷ തൈയാണ് മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ഒരു മരമൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ കിട്ടും. അതുപോലെ ഇതിന് അധികം സ്പേസ് വേണ്ട. സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം സ്പേസ് വേണ്ട എന്നുള്ളത്. മരത്തിൻ്റെ അടിയിലായാലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.